ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇനിഷ്യൽ സ്റ്റേജിൽ അടി കിട്ടാൻ പോകുന്നത് തിരുവല്ല ബേസ്ഡ് ആയിട്ടുള്ള ബിലീവേഴ്സ് ചർച്ചിനാണ്. കാരണം ഈ ബില്ലിനകത്ത് അതായത് വെളിയിൽ നിന്നും പണം കൊണ്ടുവന്നിട്ട് ആ പണം എവിടൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതായത് ഭൂമി വാങ്ങിച്ചിരിക്കുന്നത്, സ്ഥലം വാങ്ങി ഇഷ്ടം പോലെ, ഏകദേശം എൻ്റെ ഒരു എസ്റ്റിമേഷൻ അനുസരിച്ച് തിരുവല്ല ബേസ്ഡ് ബിലീവേഴ്സ് ചർച്ചിന്, അതായത് ഗോസ്പൽ ഫോർ ഏഷ്യ, പിന്നീട് അതിൻ്റെ പേര് മാറ്റി, അമേരിക്കയിൽ ഇവർക്കെതിരെ കേസുണ്ടായിരുന്നു. ആ കേസ് ഇവർ പരാജയപ്പെട്ടു. ടെക്സാസിലാണ് ആ കേസ് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. ഞാനാണ് ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഈ പറയുന്ന മാഫിയ പരിപാടികളും പണം തട്ടിപ്പും വെട്ടിപ്പൊക്കെ ഞാനാണ് പുറത്തു കൊണ്ടുവന്നത്. അതാണ് ഞാൻ തന്നെയാണ് അമേരിക്കൻ കോടതിയിലെ GFA ഗോസ്പൽ ഫോർ ഏഷ്യ അവരുടെ വെട്ടിപ്പിനെതിരെ ആ കോർട്ടിൽ അവിടുത്തെ ഒരാൾ ആവശ്യപ്പെട്ടിട്ട് ഞാനാണ് അവർക്ക് ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് മുഴുവനും കൊടുക്കുന്നത്. ഇന്ത്യയിൽ ഇവർക്ക് എവിടൊക്കെയാണ് പ്രോപ്പർട്ടി വാങ്ങിയിരിക്കുന്നത്. ആദ്യം വീണ്ടും പറയാം, KP യോഹന്നാൻ ഇനിഷ്യലി ഒരു കുഴപ്പമില്ല ഇല്ലാത്ത മനുഷ്യനായിരുന്നു. പിന്നീട് ഇയാൾ മാറി സ്വന്തം സഭ, അതെ, പിന്നെ പ്രോപ്പർട്ടിയിൽ മാത്രമായ താല്പര്യം. അമേരിക്കയിൽ നിന്ന് $multi-billion ഇയാൾ വെട്ടിച്ചുകൊണ്ട് വന്ന് ഇവിടെ മുഴുവൻ സ്ഥലവും മേടിച്ച് മെഡിക്കൽ കോളേജ് തുടങ്ങുന്നു, അതും തുടങ്ങുന്നു, ഇത് തുടങ്ങുന്നു. ഇന്ത്യൻ, ഞാൻ നേരത്തെ ഒരു വാക്ക് സൂചിപ്പിച്ച പോലെ, ഏകദേശം 12,000 കോടിക്കപ്പുറം അസസ്മെൻ്റ് അനുസരിച്ച് അവർക്ക് അസറ്റുകളുണ്ട്. ഡൽഹിയിലുണ്ട്, ബോംബെയിലുണ്ട്, മുംബൈയിലുണ്ട്, കാൽക്കട്ടയിലുണ്ട്, ഇന്ത്യയുടെ എല്ലാ സിറ്റികളിലും, ചെന്നൈയിലുണ്ട്, ബാംഗ്ലൂരുണ്ട്. ഇവർക്ക് ഇഷ്ടം പോലെ പ്രോപ്പർട്ടിയുണ്ട്. അതായത് പ്രോപ്പർട്ടി അങ്ങനെ മേടിച്ച് കൂട്ടി. നിങ്ങൾക്കറിയാം, ചെറുവള്ളി എസ്റ്റേറ്റ്, തിരുവല്ലയുടെ ഒരു ഭാഗം മുഴുവൻ അവരുടെ കയ്യിലാണ്. അപ്പോൾ ഈ കിടക്കുന്ന അസറ്റുകൾ, അതായത് അവിടുന്ന് ഈ പണം കൊണ്ടുവന്ന് അമേരിക്കൻ കോടതി വരെ ശിക്ഷിച്ച ആളാണ് KP യോഹന്നാൻ. അതുകൊണ്ട് അതിൻ്റെ പേരിലാണ് ഇതിൻ്റെ FCRA എല്ലാം ക്യാൻസൽ ചെയ്തു പോകുന്നത്. പക്ക മാഫിയായും തട്ടിപ്പും പരിപാടിയായിരുന്നു അയാൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ സ്ഥലങ്ങളും ഏറ്റെടുക്കാനുള്ള പോസിബിലിറ്റി ഈ ബില്ലിനകത്ത് പറയുന്നുണ്ട്. അത് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതായത് അവരുടെ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇന്നത്തെ ഈ ബില്ലനുസരിച്ച് ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാം. നമ്പർ 1.